4 മണിക്കത്തെ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു അവലോസ് പൊടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അവലോസ് പൊടിയുടെ മെയിൻ സാധനമാണ്. അടുപ്പത്ത് കിടത്ത് വറക്കണം. വറക്കുന്നുണ്ട്. അതെന്താന്നല്ലേ, അതാണ് ചക്കക്കുരുവാണ്. ചക്കക്കുരു വെച്ചാണ് ഞങ്ങളൊരു അവലോസ് പൊടി ഉണ്ടാക്കാൻ പോകും. ചക്കക്കുരു വറുത്തിട്ട് കാണാം. ചേക്കണം, അന്നേരം നല്ലപോലെ വിൽക്കും. മറ്റക്കുട്ടി മറവില്ല ഇരിക്കുന്ന ഈറ്റമുറം, അതാണ് നല്ല ഫസ്റ്റായിട്ട് നമുക്ക് ഇടിക്കുന്ന ചതയ്ക്കുന്ന കല്ലുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ അകത്തിട്ട് ഇടിച്ചാൽ മതി അല്ലേ. അതിൻ്റെ അകത്തിട്ട് ഇടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. ചക്കക്കുരു ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിലിട്ട് പൊടിക്കാം. നമുക്ക് പൊടിക്കുന്ന ജാറിൽ ഇട്ട് നോക്കാം. കുറച്ച് ഇട്ട് പൊടിക്കാം. എങ്ങനെ ഉണ്ടാകുന്നറിയില്ല. മിക്സി ഇതുപോലെ ഇത് മൊത്തം പൊടിച്ചെടുക്കും. ഒരു പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 കുഞ്ഞു ഏലക്കായ, ഒരു 2 2 3, പിന്നെ കുറച്ച് ജീരകം. തേങ്ങ അടിക്കാനാ? ഇല്ല, പഞ്ചസാര ഇട്ടിട്ട് പൊടിക്കണം. ഇത് ഇതിനകത്ത് പൊടിച്ചിടണം. ഇത് ഈ ചക്കക്കുരു പൊടിച്ച് ജാറിലോട്ട് ഈ ജീരകവും ഈ ഏലക്കായ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് പൊടിച്ചെടുക്കും. അതാ പൊടി ഇടാനുള്ളതിന്. ഇത് അവലോസ് പൊടി എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവലോസ് പൊടി ഉണ്ടാക്കേണ്ട വരുമല്ലോ. അവലോസ് ഉണ്ട് ഉണ്ടാക്കേണ്ട വരും. തേങ്ങ ഇടുന്നുണ്ട്, പഞ്ചസാരയും ഇട്ടു. ഇതിലോട്ട് പഞ്ചസാരയും ഇട്ടു. തേങ്ങ തേങ്ങ ശകലം അത് ഒരു സൈസ് വെള്ളത്തേങ്ങ. പൊടിന്നിരിക്കുന്ന തേങ്ങ ആയിരിക്കും, എന്നാ രസമായിരിക്കും. ഇച്ചിരി പഞ്ചസാര. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇനി അവിടെ കിടന്ന് വഴക്കണ്ട.
മറിഞ്ഞു പോയാൻ അതുകൊണ്ടാ. ചായ മറിഞ്ഞു പോയാൽ ഞാൻ ചായ കുടിക്കല്ല കേട്ടോ. ഇതിന് കണ്ണു പറയാൻ മാത്രം ഇല്ല.